ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കുകയാണേ, സേമിയ പായസം. ഞാൻ 2 ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പോയതാണ്. അപ്പം വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കിയതാണ്. അനീഷേട്ടൻ ഇവിടെ ഇല്ല, അനീഷേട്ടൻ അനീഷിൻ്റെ വീട്ടിലാണ്. വീഡിയോ എല്ലാവരും ഫുള്ളും കാണണേ. രാവിലെ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ച പാലാണേ. അത് നന്നായിട്ട് കാച്ചി അതിൻ്റെ പാട കുറച്ച് നമ്മൾ എടുത്തു വെച്ച് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയാണേ. അതിൻ്റെ വീഡിയോ വേറൊരു ദിവസം ഇടാവേ. നമ്മൾ കുറച്ച് പായസമേ വെക്കുന്നുള്ളേ. അപ്പം കുറച്ച് സേമിയ എടുത്തു, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക ഇതെല്ലാം എടുത്ത് വെച്ചു. ആദ്യം നമ്മൾ അടുപ്പ് കത്തിച്ചു. അതിനുശേഷം ചീനിച്ചട്ടി വെച്ചു, നെയ്യ് ഒഴിച്ചു. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേന് അണ്ടിപ്പരിപ്പ് ഇട്ടു. ഞാൻ ആദ്യമേ ഇത് വറുത്തങ്ങ് വെക്കുകയാണേ. അണ്ടിപ്പരിപ്പ് വെച്ചു, അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേന് അതിനോടൊപ്പം തന്നെ മുന്തിരിങ്ങ ഇട്ടു. ഉണക്ക മുന്തിരി അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ മാറ്റി വെച്ചു. ബാക്കി വന്ന നെയ്യിൽ സേമിയ ഒന്ന് വറുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. സേമിയ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ നെയ്യിലിട്ട് മൂപ്പിക്കണം. ഒത്തിരി കരിഞ്ഞും പോവല്ലേ, പക്ഷെ നെയ്യ് കിടന്ന് സേമിയ ഒന്ന് വേകുകയും വേണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. സേമിയ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഒത്തിരി അങ്ങ് വേകുകയും ചെയ്യില്ല. പക്ഷേ പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട് സേമിയ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സേമിയ അത്യാവശ്യം കുറച്ച് വെന്തിട്ടുണ്ട്. അതിനുശേഷം തിളപ്പിച്ച് മാറ്റി വെച്ച പാലിലേക്ക് നമ്മൾ ആ വെന്ത സേമിയ ഇട്ടു. ഇനി ആ പാൽ കിടന്ന് സേമിയ ഒന്നുകൂടെ വേകും. വെന്ത് കുറേ നേരം കഴിയുമ്പോഴത്തേന് പഞ്ചസാര ഇടുക. ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതിയേ. ഞങ്ങൾ സേമിയ കിറ്റ് അങ്ങനെ വാങ്ങിക്കാറില്ല. കിറ്റ് വാങ്ങിക്കുമ്പോൾ അത് നിറച്ച് പഞ്ചസാരയും കാണും, പക്ഷേ സേമിയ കുറച്ചേ കാണത്തുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെയാണ് എടുക്കുന്നത്. സേമിയ നന്നായിട്ട് വെന്ത് തുടങ്ങുന്നതാണ്. വെന്ത് തുടങ്ങുന്ന ആ സമയം കൊണ്ട് തിളയ്ക്കുന്ന കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് ആ പാലും പഞ്ചസാരയും ആ സേമിയയിൽ പിടിച്ച് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഏലക്കാപ്പൊടി ഇടുവേ. ഏലക്കാപ്പൊടിയും ഏലക്കയിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ച കശുവട്ടിയും മുന്തിരിയും കൂടെ ഇടുക. പിന്നെ ലേശം നെയ്യും കൂടെ ഒഴിക്കുക. ഒരു മണത്തിന് വേണ്ടി നെയ്യ് ഒഴിക്കുക. നെയ്യിലാണ് നമ്മൾ വറുത്തത് എങ്കിലും നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു. കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് ഈ പാലൊക്കെ കുറുകും. പാല് കുറുകി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. Okay, bye. Thank you.